അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാവുൽ. മഹിതമായ ആശയത്താൽ രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഇങ്ങ് അടുത്തു വരുമ്പോൾ അതിന്റെ വിളംബര പ്രഖ്യാപനം ലോകം കണ്ട ശ്രദ്ധേയനായ പണ്ഡിതൻ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഫെബ്രുവരി വരുന്ന 14-ാം തീയതി കോട്ടക്കലിൽ വെച്ച് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ ഈ വീഡിയോ ഇതിനു മുമ്പ് കാണിച്ചത് അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾക്ക് പല തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ ഈ ഇന്നിന്റെ വർത്തമാന കാലഘട്ടത്തിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നല്ലാതെ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ആരെയെങ്കിലും ഇകഴ്ത്തുവാനോ അല്ലെങ്കിൽ നമ്മളെക്കാൾ അവര് മോശമാണ് എന്ന് പറയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യകാരണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും വെള്ളം തീർക്കാതെ ആരാണോ അത് മുന്നോട്ട് ഗമിക്കുന്നത് അവർക്ക് നമ്മുടെ വക സല്യൂട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥ സമസ്തയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഗമനത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെ മറ്റെവിടത്തേക്കെങ്കിലും തിരിച്ചു വരിക അല്ലെങ്കിൽ പോവുക എന്നുള്ളത് നമുക്ക് ബുദ്ധിക്ക് യോജിക്കാത്ത സംഭവമാണ്. യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കുക, അതിന്റെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നെ മറ്റൊരു ഇടത്തേക്ക് പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന ലേബലിലോ മറ്റൊക്കെ പ്രവർത്തിക്കാം, സമ്മേളനങ്ങൾ നടത്താം. അത് സംസ്ഥാന തലത്തിലും മറ്റൊക്കെ ഇതുപോലെ പണ്ഡിത സഭകളുണ്ട്. അവരവരുടെ വഴിക്ക് നടക്കുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് നടക്കുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ആയിരിക്കണം കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ അതിന്റെ ഒരു തെളിവെന്ന രീതിയിലാണ് ഞാൻ തുടക്കം ആ ഒരു വീഡിയോയുടെ സംഭവം കാണിച്ചത്. ആ കാണപ്പെടുന്ന പതാകയും SSF എന്ന വിദ്യാർത്ഥി സംഘടനയും SYS എന്ന യുവജന സംഘടനയും സുന്നി യുവജന സംഘം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആ കാലം മുതൽക്ക് രൂപീകരിക്കപ്പെട്ടത് ഇന്ന് അത് നിലനിർത്തി പോരുന്നത് ആരുടെ കൈകളിലാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റായിട്ടുള്ള ഇ സുലൈമാൻ മുസ്ലിയാരും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും നയിക്കുന്ന സമസ്തയ്ക്ക് കീഴിലുള്ള സംവിധാനങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ നമുക്ക് കാണാം ആ പാൽക്കടലായിട്ടുള്ള മനോഹരമായിട്ടുള്ള സമ്മേളനങ്ങളും അതിന്റെ ആശയങ്ങളും എല്ലാം അലയൊലികൾ പ്രപഞ്ചത്തിൽ ഉയർന്നു നമുക്ക് കാണാം, കേൾക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവമാണ് സുന്നി ഐക്യം എന്ന് പറയുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് പ്രവർത്തനം ഉണ്ടാവും. അത് ഒരു നിമിഷം മതി അത് യാഥാർത്ഥ്യമാക്കി എടുക്കാനായിട്ട്. ആരും തടസ്സം നിൽക്കില്ല. അത് ഈ ഇന്ത്യയുടെ നിയമപ്രകാരമോ മറ്റേതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ടോ നമ്മുടെ നാടിന്റെയോ ഒരു കാര്യകാരണങ്ങൾ കൊണ്ടും അതിന് തടസ്സമല്ല. തടസ്സം നിൽക്കുന്നത് ആരാണ് എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പം ഐക്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അത് നല്ല കാര്യമാണ്. ഐക്യപ്പെടാമല്ലോ, ഒരേ ആശയക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് വേദികൾ പങ്കിടാനും മറ്റു കാര്യകാരണങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് നല്ലതാണ്. പക്ഷെ അത് നടത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിന് വേണമെന്ന് വെക്കണം. പക്ഷെ അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഇതുപോലെ മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും.